എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ വേൾഡ് ഹൗസ് എന്നുള്ള വില്ല പ്രോജക്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ തിരുവനന്തപുരത്ത് 3 BHK ബഡ്ജറ്റ് വീട് നോക്കുന്നവർക്കാണെങ്കിൽ എന്തുകൊണ്ടും അനുയോജ്യമായ ഒരു വീടും കൊണ്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. എൻ്റെ ബാഗിൽ കാണുന്ന ഈ ഒരു വീടാണ്. ഈ വീട് നിൽക്കുന്നത് നമ്മുടെ തിരുവനന്തപുരത്ത് മലയത്താണ്. റോഡ് സൈഡിൽ നിന്നും അടുത്ത് വരുന്നൊരു വില്ലയാണ്. ഏകദേശം 12 വീടുകളോട് ചേർന്ന് വലിയൊരു വില്ല കമ്മ്യൂണിറ്റി ആയിരുന്നു. ഇവിടെയുള്ള എല്ലാ വീടും സോൾഡ് ആയിട്ടുണ്ട്. നമ്മുടെ ലാസ്റ്റ് ഒരു വീടാണ് ഈ ഒരു വീട്. ഈ വീടിൻ്റെ ഡീറ്റെയിലാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. ഈ വീട്ടിൽ നിന്ന് തമ്പാനൂർ പോകാൻ 10 കിലോമീറ്റർ മാത്രമാണ് നമുക്ക് ഡിസ്റ്റൻസ് വരുന്നത്. ഈ വീട്ടിൽ നിന്ന് എയർപോർട്ട് പോകാൻ 14 കിലോമീറ്ററിന് ഡിസ്റ്റൻസ് വരുന്നുണ്ട്. ഈ വീട്ടിൽ നിന്നും പ്രാവച്ചമ്പലം ഹൈവേ വരെ പോകാൻ 4 കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത്. ഈ വീട് നിൽക്കുന്ന സെൻറ്റർ എന്ന് പറയുന്നത് 3,900 സെൻറ്റ് വന്നിട്ട് സ്ക്വയർ ഫീറ്റ് വന്നിട്ട് 1000 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം വരുന്നുണ്ട്. 3 നമുക്ക് അറ്റാച്ച്ഡ് ആണ്. മുറ്റത്ത് നമുക്ക് വലിയൊരു കാർ വരെ പാർക്ക് ചെയ്യാൻ പറ്റിയ കാർ പോർച്ച് ഏരിയ വരുന്നുണ്ട്. മുറ്റത്ത് നമുക്ക് ടെയിലാണ് ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. വീട്ടിൻ്റെ ഫ്രണ്ടിൽ നമുക്കൊരു സ്ലൈഡിങ് ഗേറ്റും വരുന്നുണ്ട്. നമ്മുടെ ഒരു നോർമൽ ഗേറ്റ് വരുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ടെസ്റ്റർ വർക്കൊക്കെ ചെയ്തിട്ടുള്ളൊരു വീടാണ്. ഫ്രണ്ടേജ് നമുക്ക് നല്ല ലുക്ക് വരുന്നൊരു വീടാണ്. ഫ്രണ്ടിൽ വുഡെല്ലാം വന്നിട്ട് നമുക്ക് പ്ലാവാണ് വരുന്നത്. ഈ വീട് ചുറ്റുള്ള വാസ്തു ബേസിലായിട്ടാണ് വീട് ചുറ്റുള്ളത്. പടിഞ്ഞാറ് ദർശനമാണ് വരുന്നത്. ഈ വീടിന് ചോദിക്കുന്ന ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 36 ലക്ഷം രൂപയുടെ അകത്താണ്. ഇത് നമുക്ക് നെഗോഷ്യബിളാണ്. 80% ഹോം ലോണും ചെയ്യാൻ പറ്റും. കുടിവെള്ളത്തിന് കിണറും വരുന്നുണ്ട്. നമ്മുടെ ലൈൻ കണക്ഷനും വരുന്നുണ്ട്. വീട്ടിൻ്റെ ബാക്ക് സൈഡിലും നമുക്ക് സൈഡിലൊക്കെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്പേസ് വരുന്നുണ്ട്. ബാക്ക് സൈഡിൽ വലിയൊരു വർക്ക് ഏരിയ ഇറക്കുള്ള സ്പേസും വരുന്നുണ്ട്. മുറ്റത്താണ് കിണർ വരുന്നത്. വാസ്തു ബേസിലായിട്ടാണ് വീട് ചുറ്റുള്ളത്. നമ്മൾ മുറ്റത്താണ് കിണർ വരുന്നത്. ഫ്രണ്ടിൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഗാർഡൻ വർക്ക് ചെയ്യാനുള്ള സ്പേസ് വരുന്നുണ്ട്. ഈ വില്ലയ്ക്കത്ത് നമ്മുടെ വീട്ടിലെ പ്ലാസ്റ്റിക് വേസ്റ്റ് എടുക്കാൻ നമ്മുടെ ഹരിതസേനയിൽ നിന്ന് നമുക്ക് ആഴ്ചയിലൊരിക്കൽ പ്ലാസ്റ്റിക് വേസ്റ്റ് എടുക്കാൻ ആൾ വരുന്നുണ്ട്. ഇപ്പോൾ ഈ വില്ലയ്ക്കത് ഫുഡ് വേസ്റ്റ് എടുക്കാൻ വേണ്ടി ആൾ വന്നു തുടങ്ങിയില്ല. നമുക്കിവിടെ എല്ലാ വീട്ടിലും ആൾ താമസമാകുമ്പോൾ ഉടനെ തന്നെ ഫുഡ് വേസ്റ്റ് എടുക്കാൻ വേണ്ടി ആൾ വരുന്നതാണ്. അത്യാവശ്യം ബാക്ക് സൈഡിലൊക്കെ നമുക്ക് നല്ല രീതിയിൽ തന്നെ സ്പേസ് വരുന്നുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ വീട്ടിൻ്റെ സിറ്റൗട്ട്. അത്യാവശ്യം വലിയൊരു സിറ്റൗട്ടാണ് വരുന്നത്. സിറ്റൗട്ടിൽ ടെയിൽ വന്നിട്ട് 4x2 വെട്രിഫൈഡ് ടെയിലാണ് വരുന്നത്. ഇത് നമ്മുടെ അപ്പോസി വർക്ക് വരുന്നുണ്ട്. നമുക്കിവിടെ 4 സീലിംഗ് വരുന്നുണ്ട്. 4 സീലിംഗിൽ പ്രൊഫൈലായിട്ടാണ് വരുന്നത്. വലിയ രീതിയിൽ തന്നെ നമുക്ക് ടെസ്റ്റർ വർക്കും ചെയ്തിട്ടുണ്ട്. വീട്ടിലെ ഫ്രണ്ട് വുഡെല്ലാം വന്നിട്ട് പ്ലാവാണ്. ഫ്രണ്ട് ഡോർ വന്നിട്ട് നമുക്ക് ഫുൾ പ്ലാവാണ് വരുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒരു കൊത്തു വർക്ക് എടുത്ത ഡോറാണ്. ഇത് നമ്മുടെ മാറ്റ് പോളിഷാണ് വരുന്നത്. നമുക്കിവിടെ ഫൈനൽ വർക്ക് എന്ന് പറഞ്ഞാൽ പെയിൻറ്റിങ്, ഹൗസ് സൈഡ് പെയിൻറ്റിങ് എല്ലാം ചെയ്യാനുണ്ട്. നമുക്ക് സെക്കൻഡ് കോട്ട് പെയിൻറ്റിങ് ചെയ്യാനുണ്ട്. ഗേറ്റ് മതിൽ ഹൗസ് സൈഡിലും കുറച്ച് പെയിൻറ്റിങ് നമുക്ക് ചെയ്യാനുണ്ട്. അക സൈഡിൽ നമുക്ക് കുറച്ച് ടച്ചപ്പും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. നമ്മുടെ ഈ വർക്കെല്ലാം കംപ്ലീറ്റ് ചെയ്താണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. ഈ കാണുന്നതാണ് നമ്മുടെ വിശാലമായിട്ടുള്ള ഹാൾ വന്നിട്ട് നമുക്ക് ഡൈനിങ് സെക്ഷൻ്റെ ഒരു സെപ്പറേറ്റ് ഏരിയ വരുന്നുണ്ട്. TV യൂണിറ്റിൻ്റെ നമുക്ക് സെപ്പറേറ്റ് ഏരിയ വരുന്നുണ്ട്. ഹാളിലും ഡൈനിങ് സെക്ഷൻ ഏരിയയിൽ നമുക്ക് 4 സീലിംഗ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല കളർഫുള്ളായിട്ടാണ് 4 സീലിംഗ് ചെയ്തിട്ടുള്ളത്. അകത്തെ കളറൊക്കെ നമുക്ക് നല്ല ലൈറ്റ് കളറാണ് ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. ഈ കാണുന്ന ഏരിയയിലാണ് നമ്മുടെ TV യൂണിറ്റിൻ്റെ ഏരിയ വന്നിട്ട് അത്യാവശ്യം നമുക്കൊരു വലിയൊരു TV വരെ ഹോൾഡ് ചെയ്യാൻ പറ്റിയ TV യൂണിറ്റ് ഏരിയയാണ് വരുന്നത്. നമുക്ക് ഹൗസ് സൈഡിൽ ക്യാമറയുടെ പോയിന്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് പ്രീമിയം ക്വാളിറ്റി പെയിൻ്റാണ് നമുക്കിവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് ചെറിയൊരു കബോർഡ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ചെറിയൊരു പാർട്ടീഷൻ തിരിച്ചിരിക്കുന്നതാണ്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്റ്റോറേജ് വരുന്നുണ്ട്. ഈ കാണുന്ന ഏരിയയിലാണ് നമ്മുടെ ഡൈനിങ് സെക്ഷൻ്റെ ഏരിയ വന്നിട്ട് അത്യാവശ്യം വലിയൊരു ഡൈനിങ് ടേബിൾ വരെ ഇടാൻ പറ്റിയ വലിയൊരു ഡൈനിങ് സെക്ഷൻ്റെ ഏരിയയാണ് വരുന്നത്. ഇവിടെ വയറിങ്ങിന് ഉപയോഗിക്കുന്ന V-ഗാർഡാണ്. നമ്മുടെ സ്വിച്ചെല്ലാം വന്നിട്ട് ഹൈഫൈയുടെ സ്വിച്ചാണ് വരുന്നത്. ഈ വീട് ചെയ്തിരിക്കുന്നത് 2 നിലയുടെ പേസ്മെൻറ്റിലാണ് നമ്മുടെ വീട് ചുറ്റുള്ളത്. അഡീഷണൽ നമുക്ക് മേളിൽ ഒരു ഫ്ലോറും കൂടെ ചെയ്യാൻ പറ്റും. ഹാളിൽ നിന്നും വരുന്ന ഫസ്റ്റ് ബെഡ്റൂമാണ് ഈ ബെഡ്റൂം. ഈ ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട് 11x11 ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട് നമ്മുടെ സെൻറ്റർ ചെവിലൊരു നമുക്കൊരു കളർ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ കളറൊന്നും ഇഷ്ടപ്പെടാത്തവർക്കാണെങ്കിൽ നമ്മൾ കളർ ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നതാണ്. നമുക്കിവിടെ 3 പാളിയിൽ വലിയൊരു കബോർഡ് വർക്ക് വരുന്നുണ്ട്. 3 ബെഡ്റൂമിൽ നമുക്ക് AC പോയിന്റ് ചെയ്തിട്ടുണ്ട്. 3 വാഷ്റൂം നമ്മുടെ ഹീറ്റർ പോയിന്റ് വരുന്നുണ്ട്. നല്ല പ്രീമിയം ബോർഡിലാണ് നമ്മുടെ കബോർഡ് വർക്ക് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം വലിയ രീതിയിൽ തന്നെ സ്റ്റോറേജും വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ വാഷ്റൂം വന്നിട്ട് അത്യാവശ്യം വലിയൊരു വാഷ്റൂമാണ് വരുന്നത്. വാഷ്റൂമിലെ ഫിറ്റിങ്സ് ഉപയോഗിക്കുന്ന എല്ലാം ബ്രാൻഡ് ഫിറ്റിങ്സ് ആണ്. ഈ വീടിന് ചോദിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് 36 ലക്ഷം രൂപയുടെ അകത്താണ്. ഇത് നമുക്ക് നെഗോഷ്യബിളാണ്. നമുക്ക് ഹോം ലോൺ നമ്മൾ തന്നെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഹാളിൽ നിന്നും അടുത്ത് വരുന്നത് നമുക്ക് 2ാമത്തെ ബെഡ്റൂമാണ്. ഇതാണ് നമ്മുടെ 2ാമത്തെ ബെഡ്റൂം. ഈ ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട് 11x10 ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട് ഇവിടെ നമുക്ക് 3 പാളിയുടെ വലിയൊരു കബോർഡ് വർക്ക് വരുന്നുണ്ട്. ഇവിടുത്തെ സെൻറ്റർ ടേബിളിൽ നമുക്കൊരു കളർ ചെയ്തിട്ടുണ്ട്. ഈ കളർ നമുക്ക് ഇഷ്ടപ്പെടാത്തവർക്കാണെങ്കിൽ നമുക്ക് കളർ ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നതിന് ഇവിടെ നമുക്കൊരു അറ്റാച്ച്ഡ് വാഷ്റൂം വരുന്നുണ്ട്. പിന്നെ നമ്മുടെ 3 ബെഡ്റൂമിൽ നമുക്ക് AC പോയിന്റ് ചെയ്തിട്ടുണ്ട്. 3 വാഷ്റൂമിൽ നമ്മുടെ ഹീറ്റർ പോയിന്റ് വരുന്നുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ 2ാമത്തെ വാഷ്റൂം. ഇതും അത്യാവശ്യം വലിയൊരു വാഷ്റൂമാണ്. ഇവിടെ നമ്മുടെ ഹീറ്റർ പോയിന്റ് വരുന്നുണ്ട്. ഫിറ്റിങ്സിന് ഉപയോഗിക്കുന്ന ഫുൾ ബ്രാൻഡ് ഫിറ്റിങ്സ് ആണ്.
നല്ല ക്വാളിറ്റിയുള്ള ഡോറും ആവശ്യമുള്ള ഡോറൊക്കെ നമുക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഡോറാണ് നമുക്കിവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. ഹാളിൽ നിന്നും അടുത്തൊരു നമുക്ക് മൂന്നാമത്തെ ബെഡ്റൂമാണ്. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂം. ഇത് നമ്മുടെ കിഡ്സ് ബെഡ്റൂമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. നമുക്ക് ആ ടൈപ്പിലുള്ള ഡോർ, നമ്മുടെ വാഷ്റൂമിലെ ഡോർ നമുക്ക് കിഡ്സിന് വേണ്ടിയുള്ള ആ ഒരു മെത്തേഡിലാണ് നമ്മളിവിടെ ഡോർ ചെയ്തിട്ടുള്ളത്. അതുപോലെ നമ്മുടെ ഇവിടെ സെൻറ്റർ നമ്മുടെ കിഡ്സിന് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഇവിടെ പെയിൻറ്റിങ് ചെയ്തിട്ടുള്ളത്. ഈ ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട് 11:9 ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട്. ഈ ബെഡ്റൂമിൽ നമുക്ക് AC പോയിന്റും വരുന്നുണ്ട്. ഇവിടെ നമുക്കൊരു അറ്റാച്ച്ഡ് വാഷ്റൂം വരുന്നുണ്ട്. ഇതും അത്യാവശ്യം വലിയൊരു വാഷ്റൂമാണ് വരുന്നത്. ഇവിടെ ഫിറ്റിങ്സ് ഉപയോഗിക്കുന്ന ബ്രാൻഡ് ഫിറ്റിങ്സ് ആണ്. ഇനി നമുക്കിവിടെ ഫൈനൽ കോട്ട് പെയിന്റിങ്ങും കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യാനുണ്ട്. നമ്മുടെ വാഷ്റൂമിലെ ജനലിൽ നമുക്ക് ഗ്ലാസ് ഇടാനുണ്ട്. ഇവിടെ നമ്മുടെ ഹീറ്റർ പോയിന്റ് വരുന്നുണ്ട്. ഹാളിൽ നിന്നും അടുത്ത് വരുന്ന നമുക്ക് ഡൈനിങ് സെക്ഷനിൽ നിന്ന് നേരെ വരുന്നത് നമുക്ക് വാഷ് ബേസിനാണ്. ഇതാണ് നമ്മുടെ വാഷ് ബേസിൻ. പിന്നെ നമുക്കിവിടെ വലിയൊരു ഗ്ലാസ് ചെയ്യാനുണ്ട്. ഇവിടെ നമുക്ക് ലൈറ്റ് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ചെറിയൊരു സ്റ്റോറേജും വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ചെറിയൊരു പാർട്ടീഷൻ തിരിച്ചിട്ടുണ്ട് കബോർഡിൽ. ഇല്ല അത്യാവശ്യം നമുക്ക് ഫോട്ടോസ് എന്തെങ്കിലും നമുക്ക് ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്ക് ചെറിയൊരു സ്റ്റോറേജും വരുന്നുണ്ട്. അടുത്ത് വരുന്നത് നമ്മുടെ ഓപ്പൺ കിച്ചണാണ്. വലിയൊരു ഓപ്പൺ കിച്ചണിന് വലിയ രീതിയിൽ തന്നെ സ്റ്റോറേജ് വരുന്നുണ്ട്. അത്യാവശ്യം വലിയ രീതിയിൽ തന്നെ സ്റ്റോറേജ് വരുന്നുണ്ട്. നമ്മുടെ ടെയിൽ വന്നിട്ട് നമുക്ക് നല്ല ഗ്രിപ്പുള്ള ടെയിലാണ് നമുക്ക് ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മുടെ അപ്പോസ് വർക്ക് വരുന്നുണ്ട്. കിച്ചണിലെ ഫിറ്റിങ്സ് എല്ലാം വന്നിട്ട് ബ്രാൻഡ് ഫിറ്റിങ്സ് ആണ് വരുന്നത്. നമ്മുടെ ഷെയ്ഡിൻ്റെ മേഖലയിൽ നമുക്ക് വലിയ രീതിയിൽ തന്നെ സ്റ്റോറേജ് വരുന്നുണ്ട്. കബോർഡ് വർക്കിന് ഉപയോഗിക്കുന്ന എല്ലാം നല്ല പ്രീമിയം ബോർഡിനാണ് നമ്മുടെ കബോർഡ് വർക്ക് ചെയ്തിട്ടുള്ളത്. കിച്ചണിൽ ഇരിക്കുന്ന കിഴക്ക് ദർശനത്തിന് അടുപ്പ് എത്തിക്കുക എന്നുള്ള രീതിയിലാണ് നമ്മുടെ കിച്ചൺ ചെയ്തിട്ടുള്ളത്. നമുക്കിവിടെ അകസൈഡ് സെക്കൻഡ് കോട്ട് പെയിൻറ്റിങ് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് അഡ്വാൻസ് ആകുമ്പോഴാണ് നമ്മൾ സെക്കൻഡ് കോട്ട് പെയിൻറ്റിങ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചെറിയൊരു മങ്ങലുണ്ട്. ഹൗസ് സൈഡ് മതിലെല്ലാം തന്നെ നമുക്ക് പെയിൻറ്റ് ചെയ്യാനുണ്ട്. ഇവിടെയാണ് നമ്മുടെ വർക്ക് ഏരിയ. നമുക്ക് വലിയൊരു വർക്ക് ഏരിയകൾക്കുള്ള സ്പേസ് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് വാഷിംഗ് മെഷീൻ വയ്ക്കാം, അതിനൊരു ഓപ്ഷൻ വരുന്നുണ്ട്. വേസ്റ്റ് കുഴിയെല്ലാം വന്നിട്ട് നമുക്ക് ബാക്കിലാണ് വരുന്നത്. ഫ്രണ്ടിലാണ് കിണർ വരുന്നത്. വേസ്റ്റ് എത്തിക്കാൻ വേണ്ടി അതിനൊരു ഓപ്ഷൻ ചെയ്തിട്ടുണ്ട്. ബാക്ക് സൈഡിൽ നമുക്ക് നനകല്ലും വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ വീടിൻ്റെ ഡീറ്റെയിൽസ്. ഈ വീട് നിൽക്കുന്നത് നമുക്ക് 3,900 സെൻറ്റ് വന്നിട്ട് സ്ക്വയർ ഫീറ്റ് വന്നിട്ട് 1000 സ്ക്വയർ ഫീറ്റ് വന്നിട്ട് അത്യാവശ്യം വലിയ 3 ബെഡ്റൂം വരുന്നുണ്ട്. 3 നമുക്ക് അറ്റാച്ച്ഡ് ആണ്. മുറ്റത്ത് നമുക്ക് ഒരു കാർ ഇടാൻ പറ്റിയ കാർ പോർച്ച് ചേരി വരുന്നുണ്ട്. കുടിവെള്ളത്തിന് കിണറും വരുന്നുണ്ട്. ലൈൻ കണക്ഷനും വരുന്നുണ്ട്. ഈ വീട് ചുറ്റുള്ള വാസ്തു ബേസിലായിട്ടാണ് വീട് ചുറ്റുള്ളത്. പടിഞ്ഞാറ് ദർശനമാണ് വരുന്നത്. ഈ വീട്ടിൽ നിന്ന് തമ്പാനൂർ പോകാൻ 10 കിലോമീറ്ററാണ് നമുക്ക് ഡിസ്റ്റൻസ് വരുന്നത്. ഇവിടെ നമ്മുടെ പ്രാവച്ചമല ഹൈവേ വരെ പോകാൻ വേണ്ടി നമുക്ക് 4 കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത്. ഇവിടെ നമ്മുടെ എയർപോർട്ട് പോകാൻ 14 കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത്. ഈ വീടിന് ചോദിക്കുന്ന ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 36 ലക്ഷം രൂപയുടെ അകത്താണ്. ഇത് നമുക്ക് നെഗോഷ്യബിൾ ആണ്. 80% ഹോം ലോണും ചെയ്യാൻ പറ്റും. ഈ കാണുന്ന വില്ലയ്ക്കത്തുള്ള ബാക്കിയുള്ള എല്ലാ വീടും നമുക്ക് സോൾഡ് ആയിട്ടുണ്ട്. ഇത് നമ്മുടെ ലാസ്റ്റ് വീടാണ്. ഇനി ഫൈനൽ വർക്ക് എന്ന് പറയുന്നത് നമുക്ക് സെക്കൻഡ് കോട്ട് ഫുൾ പെയിൻറ്റിങ് ചെയ്യാനുണ്ട്, ക്ലീനിങ് ചെയ്യാനുണ്ട്, കിണറടയ്ക്കാനുണ്ട്. അങ്ങനെ കുറച്ച് നമ്മുടെ ഫൈനൽ വർക്ക് നടക്കുന്നു. ഈ വീട് കണ്ട് ഇഷ്ടപ്പെട്ട് നമുക്ക് ഒരു അഡ്വാൻസ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഫൈനൽ വർക്ക് ഫുള്ള് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് പാതി വെച്ച സമയത്തിന് നമ്മൾ നല്ല ഫ്രഷോടെ നമ്മൾ ഈ വീട് കൊടുക്കുന്നതാണ്. ഈ വീട് നിൽക്കുന്നത് നമ്മുടെ തിരുവനന്തപുരത്ത് മലയത്താണ് വീട് വരുന്നത്. ഈ ഒരു വീട് ഈ വില്ലയ്ക്കത്ത് ഈ ഒരു ലാസ്റ്റത്തെ വീടാണ്. ഈ ഒരു വീട് നമുക്ക് കൊടുക്കാനുള്ളൂ. ഈ ഒരു വീട് കാണാൻ വരുന്നവർക്ക് തന്നെ ഇതിൻ്റെ അടുത്തായിട്ട് നമുക്ക് വേറൊരു വലിയൊരു വില്ല പ്രോജക്റ്റ് തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം 12 വീടിൻ്റെ ഒരു വലിയൊരു വില്ല പ്രോജക്റ്റ് തുടങ്ങിയിട്ടുണ്ട്. ഈ വീട് കാണാൻ വരുന്നവർക്ക് നമുക്ക് അതും കൂടെ ഒന്ന് കാണാൻ പറ്റും. ആ വീടിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീട് നമ്മുടെ യൂട്യൂബ് ചാനൽ ഉടനെ തന്നെ വരുന്നതാണ്. അത് നമുക്ക് ബഡ്ജറ്റ് വീടുകളാണ് അതിൽ കൂടുതലും വരുന്നത്. 32 ലക്ഷം രൂപയുടെ 33 ലക്ഷം രൂപയുടെ വീടുകൾ വരുന്നുണ്ട്. ആ വീട് നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് മാർക്കിൽ അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണമെങ്കിൽ നമുക്ക് ഈ അടുത്തിട്ടുന്ന വീടിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നമ്മുടെ വീട് വയ്ക്കാൻ നമ്മുടെ ഹൗസ് പ്ലോട്ട് നോക്കുന്നവർക്കാണെങ്കിൽ നമുക്ക് ഹൗസ് പ്ലോട്ട് കുറച്ച് നമുക്ക് കൊടുക്കാനുണ്ട്. നമ്മുടെ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നമുക്ക് കോൺടാക്ട് ചെയ്ത് നമ്മൾ ഡീറ്റെയിൽ നമ്മൾ അയച്ചു തരുന്നതാണ്. അപ്പോൾ അടുത്തെന്തായാലും നമുക്ക് പുതിയൊരു വില്ല പ്രോജക്റ്റ് ഇടണം. അതൊരിക്കലും ബൈ.